ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുവിധമൊക്കെ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബിരിയാണി മസാല അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഇവിടെ നമ്മൾ മുൻപേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. മസാലകളൊക്കെ ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ 1 ടീസ്പൂണോളം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് നമ്മൾ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ അരിഞ്ഞ് നന്നാക്കി വെച്ച ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏത് ഗ്ലാസ്സിലാണ് നമ്മൾ ബിരിയാണി അളന്നെടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ വെള്ളം അളന്നെടുത്തു. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം അളന്നാണ് നമ്മൾ ഒഴിച്ചത്. അപ്പോൾ നമുക്ക് മൊത്തം ബസ്മതി റൈസ് അളന്നേക്കണത് നമ്മൾ 3.5 ഗ്ലാസ് ആണ്. അപ്പോൾ 3.5 ഗ്ലാസ് അരിക്ക് മൊത്തം നമ്മൾ വെള്ളം അളന്നൊഴിച്ചേക്കണത് 6.5 ഗ്ലാസ് വെള്ളമാണ്. ബിരിയാണിക്ക് ആവശ്യമുള്ള വെള്ളം നമ്മളപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യണത്